നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ന്യൂക്ലിയ എന്ന ചാപ്റ്ററിൽ നിന്നാണ് JEE 2024 February 1st ഷിഫ്റ്റ് 1 ചോദ്യം. 25ാമത്തെ ചോദ്യം ഫ്രം ന്യൂക്ലിയൈ. ചോദ്യം ശ്രദ്ധിച്ച് നോക്കുക. ദ റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ് ഓഫ് മാസ് നമ്പർ 64 is 4.8 Fermi. Then the mass number of another nucleus having radius 4 Fermi is 1000/x, where x is എന്നാണ് ചോദ്യം. സോ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് റേഡിയേഷൻ റിലേഷൻ R is equal to R0 into a raised to 1/3 ആണ്. ഇവിടെ എനിക്ക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ദാറ്റ് ഈസ് നമ്മുടെ മാസ് നമ്പറിൻ്റെ റേസ് ടു 1/3 എന്ന് പറയാം. എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ശരിക്കും മാസ് നമ്പറാണ്, എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതുകയാണ്, R പ്രപ്പോർഷണൽ ടു a raised to 1/3 അല്ലെങ്കിൽ R³ പ്രപ്പോർഷണൽ ടു a എന്ന് എഴുതാം. നമുക്ക് രണ്ട് കണ്ടീഷൻസ് പറയാം. ഒന്നാമത്തെ കണ്ടീഷന് 4.8 ഫെർമിയാണ്. അപ്പോൾ 4.8 ദ ഹോൾ ക്യൂബ് പ്രപ്പോർഷണൽ ടു ഒന്നാമത്തെ ന്യൂക്ലിയർ നമ്പർ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 64 ഇനി അടുത്ത റേഡിയസ് വന്നിട്ടുണ്ട് 4 ഫെർമിയാണ്. അപ്പോൾ 4³ പ്രപ്പോർഷണൽ ടു അത് അറിയത്തില്ല, അതുകൊണ്ട് എ എന്ന് കൊടുത്തു. ഇനി ഒന്ന് റേഷ്യോ എടുക്കാൻ പോവാണ്. 4.8/4 ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 64/a എന്ന് എഴുതി. 4 into 12 ആണ് ആക്ച്വലി 1.2 ആണ് 4.8. അപ്പം 1.2 ദ ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എ എഴുതാം. a ഈസ് ഈക്വൽ ടു 64/1.2ൻ്റെ ക്യൂബ്. 1.2ൻ്റെ ക്യൂബിന് ഞാൻ 1.2ൻ്റെ സ്ക്വയർ, 1.2 സ്ക്വയർ നിങ്ങൾക്കറിയാം 1.44 ആണ്, ഇൻറ്റു 1.2 എന്ന് എഴുതി. ഇനി അത് 1000/x ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതും കൂടെ റിലേറ്റ് ചെയ്യാമല്ലോ. അതായത് 1000/x എന്ന് പറയുന്നത് 64/1.44 into 1.2 ആണെന്ന് അവർ പറയുന്നുണ്ട്. 64 into x ഈസ് ഈക്വൽ ടു 144 into 12. 144 x ഞാൻ 8 കൊണ്ട് വെട്ടാണ്. 8 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 8 കിട്ടും. 144 എനിക്ക് എന്ത് ചെയ്യാം, 8 കൊണ്ട് വെട്ടാം. 144 18. ഇനി ഞാൻ വെട്ടാണ് 8ഉം 12ഉം, ഇത് 2ഉം ഇത് 3ഉമായി. 18 into 3/2 ആണ് എക്സിൻ്റെ വാല്യൂ. 27 എന്ന് വരും. 27 ആണ് ശരിക്കും റൈറ്റ് ആൻസർ. 27 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ന്യൂക്ലിയസിൻ്റെ ബേസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം ഒരു സിമ്പിളായിട്ട് ചോദിക്കുന്ന നിങ്ങൾക്ക് ന്യൂമറിക്കലി പെട്ടെന്ന് ചെയ്യാവുന്നൊരു ടൈപ്പാണ്. കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. താങ്ക് യു.